ഇന്ന് ലോജിക് ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ്. സോ സ്റ്റോക്സിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് അസറ്റ് ക്ലാസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇന്ന് നമ്മൾ ഈ ഡിഫറൻസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് ഈ ഡിഫറൻസസ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഐഡിയ കിട്ടും. സോ അത് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് സ്റ്റോക്സ്, അതുപോലെ തന്നെ എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത്. അപ്പോൾ സ്റ്റോക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഓണർഷിപ്പാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി 1000 ഷെയർസ് ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കുക. അതിൽ നമ്മളൊരു 10 ഷെയർസ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു 10/1000, അതായത് ഒരു 0.1% ആ കമ്പനിയിൽ നമുക്കൊരു പാർട്ട് ഓണർഷിപ്പ് നമുക്ക് കിട്ടുകയാണ്. സോ നമുക്ക് ആ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ബട്ട് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ട്സിൽ എന്താണ്, പലരുടെ കയ്യിൽ നമ്മൾ എമൗണ്ട് കളക്ട് ചെയ്ത് കളക്റ്റീവ്ലി അതൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് റിട്ടേൺസിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേണും റിസ്ക്കും തമ്മിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷനാണുള്ളത്. അതായത് റിസ്ക് കൂടുമ്പം റിട്ടേൺസ് കൂടും, അതുപോലെ തന്നെ റിസ്ക് കുറയുമ്പം റിട്ടേൺസ് കുറയും. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ നമുക്ക് നല്ലൊരു റിട്ടേൺ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം തന്നെയാണ്. ബട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലാണ് കുറച്ചും കൂടി റിസ്ക് കൂടുതലുള്ളത്. സോ റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ റിട്ടേൺ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റോക്സ് ആണ് ദാൻ മ്യൂച്വൽ ഫണ്ട്സ്. സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്കിനി റിസ്ക് ലെവലിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവ് മ്യൂച്വൽ ഫണ്ട്സിലാണ്. കാരണം നിങ്ങളൊരു സിംഗിൾ സ്റ്റോക്കിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസ്ക് കുറയ്ക്കാൻ അവിടെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. ബട്ട് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 50 മുതൽ 100 ഡിഫറെൻറ്റ് സ്റ്റോക്സിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അവിടെ ഡൈവേഴ്സിഫിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. സോ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മളെ റിസ്ക് ലെവൽ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എഫക്ട്സ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് അടുത്ത ഫാക്ടർ നോക്കാം, ടൈം ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം. സോ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ നല്ല സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സ്റ്റോക്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നിങ്ങൾക്ക് ഓൺലൈൻ റിസർച്ച് ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല സ്റ്റോക്സ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെയാണ്. ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഫണ്ട് മാനേജറുണ്ട്. സോ അദ്ദേഹം ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ ആണ് നമ്മുടെ ഈ ഫണ്ട് മാനേജർ മ്യൂച്വൽ ഫണ്ട്സിലുള്ളത്. സോ എല്ലാ ഫിനാൻഷ്യൽ ഡിസിഷൻസും അല്ലെങ്കിൽ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും അദ്ദേഹം തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സിൽ നോക്കുന്നത്. ഇനി സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയിട്ടാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കിപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായാലും നമുക്ക് ലോസ് ഉണ്ടായാലും അതിന് സോളി റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്. ബട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫണ്ട് മാനേജറുണ്ട്. അദ്ദേഹമാണ് ഫണ്ടിൻ്റെ ഓവറോൾ പെർഫോമൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുണ്ടാവുക. സോ ഫണ്ട് മാനേജറിൻ്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ അല്ലെങ്കിൽ പുവർ മാനേജ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഈസിലി ഫണ്ട് മാനേജറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് ഫീസ് നമ്മൾ പേ ചെയ്യുന്നുണ്ട് എക്സ്പെൻസ് റേഷ്യോയുടെ രൂപത്തിൽ. സോ ഇതൊരു ഫസ്റ്റൊക്കെ നമുക്കിതൊരു ചെറിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. ബട്ട് ഓവർ ഇയേഴ്സ് ഇതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് തന്നെയാണ് മാറുന്നത്. ഇനി നമ്മൾ സ്റ്റോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് വരുന്നത് ഫ്രീ ഒന്നും അല്ല ഇവിടെ വരുന്നത്. നമുക്ക് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ചാർജ് ഉണ്ട്. അതുപോലെ തന്നെ ആനുവൽ മെയിൻ്റനൻസ് ചാർജും നമ്മളിവിടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്ട്രിക്ഷൻസ് ഓൺ എക്സിറ്റ് ആണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സ്റ്റോക്സ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാം വിത്തൗട്ട് എനി എക്സിറ്റ് ലോഡ്. ബട്ട് നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് 1 ഇയർ കംപ്ലീറ്റ് ആകും മുമ്പ് നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 1% എക്സിറ്റ് ലോഡ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് മാർക്കറ്റ് ഫാൾ ആണ്. അതായത് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഹൈലി വോളറ്റൈൽ ആണ്. സോ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു ടൈമിൽ പ്രൈസിൽ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ബട്ട് ഇത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ സാധിക്കുന്നതല്ല. അപ്പോൾ ഏതൊരു ടൈമിൽ നിങ്ങൾ ട്രേഡ് ചെയ്താലും ക്ലോസിംഗ് NAV-യിലായിരിക്കും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇതൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ അത് സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ ക്ലോസ് ചെയ്യുന്നത് 3:30 PM ആണ്.
നിങ്ങൾ വിചാരിക്കുക അപ് ടു 3 o'clock വരെ മാർക്കറ്റ് ഡൗൺ ആയിട്ടാണ് ഇരുന്നത്. സോ ഒരു 3 to 3:30 PM ഇടയ്ക്ക് മാർക്കറ്റ് റൈസ് ആയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ സെയിൽ ചെയ്ത് അതിൽ നിന്നൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. ബട്ട് ഈ ഒരു സെയിം കണ്ടീഷൻ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ടു സേവ് ടാക്സ് ആണ്. സോ മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീംസ് അവൈലബിൾ ആണ്. സോ ഇൻവെസ്റ്റേഴ്സിന് ഇൻകം ടാക്സ് ആക്ട് 1961 ATC ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ബട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്സിൽ മെയിൻ ഡിഫറൻസസ് ആണ്. സോ സ്റ്റോക്സിനെയും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന മെയിൻ ഫീച്ചേഴ്സാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കും.